ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മളടുത്ത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഇതൊക്കെ കുറേ ദിവസം കൊണ്ട് കറങ്ങി അവസാനം ഡ്രസ്സ് എടുത്തത്. ഇത് ആദ്യത്തെ ദിവസമാണ്. അങ്ങനെ ദേ നമ്മൾ പോത്തീസിൽ പോയി. പക്ഷേ അന്നൊന്നും എടുത്തില്ല, ജസ്റ്റ് നമ്മളെല്ലാം നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. ഇതോ ഇത് എനിക്ക് ഇഷ്ടമായി. ഇതോ ഇതിലൊന്നും എനിക്ക് കൊള്ളില്ല. ഇതിലൊന്നും അതും ആ കളർ കൊള്ളില്ല. ഇതെല്ലാം ഓവറാണ്. അവൾ ഓറഞ്ചാണ് പറയുന്നത്. ഇത് റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതാ. അപ്പോൾ ആമിക്കും അതുപോലെ വെച്ച് നോക്കണം എന്ന് പറഞ്ഞ് അവൾക്കും ഒന്ന് വെച്ച് നോക്കി. പക്ഷെ ഒന്നും ഇഷ്ടമായില്ല. അന്ന് നമ്മളൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇത് തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും തിരക്കൊന്നും കാണത്തില്ലല്ലോ, നമുക്കൊന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ സദ്യയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഷോപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളൊന്ന് കറങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ വന്നു. കല്യാണപ്പെണ്ണിന് കുറച്ച് നാളുകൊണ്ട് വയ്യ. അപ്പോൾ ദേ ഹോസ്പിറ്റലിൽ വന്ന് ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് ട്രിപ്പൊക്കെ ഇട്ട് കിടന്നിട്ട് പാതിരാത്രിയാണ് തിരിച്ചു പോയത്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസവും ഇറങ്ങിയായിരുന്നു കേട്ടോ. രാവിലെ ഒന്നുകൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങി. കാരണം ഇനി സമയമില്ല, അടുത്ത മാസമാണ് കല്യാണം. അപ്പോൾ ഒട്ടും സമയമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയൊക്കെ വേണമല്ലോ. അപ്പം ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ. അങ്ങനെ വീണ്ടും സാരി സെലക്ഷൻ നടക്കുവാണ്. ഈ 3 കളേഴ്സിൽ ഏത് കൊള്ളാം എനിക്ക്? പിങ്കാണ് ഇഷ്ടമായത് ആമിക്ക്. കുറേ സാരി ഉടുത്ത് നോക്കി. എനിക്ക് പിങ്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അവൾക്കത് ഇഷ്ടമായില്ല. ആമി ഇഷ്ടമായ അങ്ങനെ വീണ്ടും കുറേ സാരി കല്യാണ ചെക്കനെയും വീഡിയോ കോളൊക്കെ ചെയ്ത് നോക്കി. അവനും ഇഷ്ടപ്പെടുന്ന നോക്കി ചെയ്യുവാണ്. അപ്പോൾ അവനും ഒന്നും ഇഷ്ടമായില്ലായിരുന്നു. അവസാനം ഒരെണ്ണം ഇഷ്ടമായി അവൾക്ക്. അപ്പം നമുക്കും കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് തോന്നി. അങ്ങനെ അത് സെലക്ട് ചെയ്തു. ജയലക്ഷ്മി എന്നാണ്. ആ സമയം ആമിയാണെങ്കിൽ ഇതേ കല്യാണച്ചക്കന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുവാണ്. വെറുതെ നോക്കുക കേട്ടോ. ഇതൊക്കെ ഇനി പയ്യൻ വന്നിട്ടേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് സാരിയൊക്കെ മേടിച്ച് നമ്മളിതാ പോവാണ്. അപ്പോൾ എനിക്ക് സാരി അവിടെ നോക്കി. അപ്പോൾ എനിക്ക് സാരി ഒന്നും ഇഷ്ടമായില്ല അവിടെ നിന്ന്. പിന്നെ നമ്മൾ രാത്രിയായി കേട്ടോ. എന്നാലും വിചാരിച്ചു ഒന്ന് പോത്തീസിലും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ പോത്തീസിൽ പോയി. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി കിട്ടി. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ബ്ലൂ കളർ സാരിയാണ് മനസ്സിൽ കുറേ നാളുകൊണ്ട് വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച ബ്ലൂ കിട്ടിയില്ല. ഇതെനിക്കിഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി. അപ്പോൾ ഇത് മേടിച്ചു. എനിക്ക് ഡ്രസ്സ് എടുത്താൽ ഇനി എനിക്ക് ആമിക്ക് ഇതേപോലത്തെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ പറ്റത്തുള്ളൂ, അവൾക്ക് പട്ടുപാട തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും 2 സാരി ഇന്നത്തെ ദിവസം കൊണ്ട് കിട്ടി. അത് തന്നെ വലിയൊരു സമാധാനമായി. ഇതൊക്കെ വീഡിയോ നമ്മൾ എടുത്ത് വച്ചിരുന്നതാണ് കേട്ടോ. കല്യാണത്തിന് ഇങ്ങനെ കറങ്ങിയിട്ട് സാരി ഉടുത്ത് നിൽക്കുന്ന വീഡിയോ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. ഇഷ്ടമായോ നമുക്ക് രണ്ടും? അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം ബാക്കിയുള്ളവർക്ക് സാരിയൊക്കെ എടുക്കാൻ പോയതാണ്. കുഞ്ഞമാർക്കൊക്കെ സാരി എടുക്കാൻ പോയി. അപ്പോൾ അവർക്കൊക്കെ അന്ന് തന്നെ സാരി എടുത്തു. അത് പോത്തീസിൽ നിന്നാണ് എടുത്തത്. ഈ 2 കടകളിൽ മാത്രമേ നമ്മൾ കയറുള്ളൂ കേട്ടോ. ആദ്യം അവിടെ നോക്കും, അവിടെ കിട്ടിയില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും. രണ്ടും അടുത്തടുത്താണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി ഇതേ അവൾ ചെക്കന് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ നോക്കുവാണ്, തയ്ച്ച് എടുക്കാം എന്ന് വിചാരിച്ചിട്ട്. റെഡിമെയ്ഡ് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു, അതും ഒന്നും കിട്ടിയില്ല. അവസാനം അവൾക്ക് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് കിട്ടാത്തതുകൊണ്ട് തയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയൽ എടുക്കുവാണ്. അപ്പോൾ അതും സെലക്ട് ചെയ്തു. എന്നിട്ട് നേരെ റിസപ്ഷൻ ഡ്രസ്സ് ഷിഫാസ് എന്ന് പറയുന്ന ബൊട്ടീക്കിലാണ് തയ്ക്കാൻ കൊടുത്തത്. എൻ്റെയും അവളുടെയും ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തത് അഹത്തിലാണ്. പിന്നെ
എനിക്ക് റിസപ്ഷനുള്ള ഡ്രസ്സിന് വേണ്ടി നടക്കുക കേട്ടോ. ആദ്യം റെഡിമെയ്ഡ് നോക്കാമെന്ന് വിചാരിച്ചു, കിട്ടിയിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചു. അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കിട്ടി. എൻ്റെത് കിട്ടിയാലേ എനിക്ക് ആമിയുടേത് എടുക്കാൻ പറ്റത്തുള്ളൂ, സെയിം കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് റെഡിമെയ്ഡ് നോക്കി സെയിം കളറൊന്നും കിട്ടുന്നില്ല. അവസാനം അവൾക്കും ഞാൻ മെറ്റീരിയൽ തന്നെ എടുത്തു. ഇത് സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ, ഹാഫ് സാരിയാണ് എടുത്തത്. അപ്പോഴത്തേക്കും പയ്യൻ എത്തിയായിരുന്നു. പയ്യൻ്റെ ഡ്രസ്സും എൻ്റെ ഏട്ടൻ്റെ ഡ്രസ്സും ഒക്കെ ഇതേ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ കൊടുക്കുന്ന ഒരു സാരി ഉണ്ടല്ലോ, പയ്യൻ്റെ വീട്ടുകാർ സെലക്ട് ചെയ്ത് ഇപ്പോൾ രാത്രിയായി, ഏകദേശം അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ആഴ്ചയാണ് കല്യാണം, അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ സെലക്ട് ചെയ്ത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇതൊക്കെ തയ്ക്കാൻ കൊടുത്തു. ഇനിയിപ്പോൾ ഈ ഒരു ബ്ലൗസും കൂടെ തയ്ച്ച് കിട്ടാനേ ഉള്ളൂ. ബാക്കിയെല്ലാം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ബ്ലൗസും കൂടെ ഉള്ളൂ തയ്ക്കാൻ. അങ്ങനെ ദേ പയ്യൻ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു സാരി സെലക്ട് ചെയ്യുകയാണ്. ഇതാണ് ആമിയുടെ രാവിലത്തെ ഡ്രസ്സ്. അതായത് കല്യാണപ്പെണ്ണ് രാവിലെ സെറ്റിൻ്റെ ഹാഫ് സാരിയാണ് ഉടുക്കുന്നത്. അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ആമിക്കും ഒരു ഹാഫ് സാരി മോഡലിൽ ഞാൻ തയ്ച്ചതാണ്. രണ്ടാമത് എന്നെ പോലത്തെ മാച്ചാണ് ഇടുന്നത്. ആമിയുടെ റിസപ്ഷൻ്റെ ഡ്രസ്സും കല്യാണത്തിനിടുന്ന 2 പട്ടുപാവാടയും തയ്ച്ചതെല്ലാം ഇവ ഫാഷൻ ബുട്ടീക്കിലാണ്. അപ്പോൾ ഇതെല്ലാ ഡ്രസ്സുകളും കല്യാണ വീഡിയോ ഇടുമ്പോൾ കാണിച്ചു തരാം, ഇതിൻ്റെ എല്ലാ ഫൈനൽ ലുക്ക്. ഇപ്പം ഏകദേശം ഓടിച്ചോടിച്ചുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് പിന്നെ കാണിക്കാം.